ഹലോ അസ്സലാമലൈക്കും. ഇന്നെല്ലാ മടിയന്മാർക്കുമുള്ള ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കനാണ് കാണിക്കുന്നത്. പെപ്പർ ചിക്കൻ എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. എന്നാലും ഇത് എന്താ പറയുക, ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് പാൻ ചൂടായി അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 ഏലക്കായും 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട ഇതെല്ലാം ഇട്ട് പൊട്ടിയതിന് ശേഷം 2 ഉള്ളി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇനി അതും എല്ലാം ഒന്ന് വാട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും ഇടുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. ഇതിൽ മുളക് പൊടി കുറച്ചും കൂടുതൽ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ ഒരു 2.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം പൊടിച്ചതുണ്ടല്ലോ, ക്യൂമിൻ, അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ പൊടിൻ്റെ എല്ലാം പച്ചമണെല്ലാം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതിലോട്ടൊരു വലിയ തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളിയിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് തക്കാളി കുക്കാവുന്ന വരെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ തക്കാളിയെല്ലാം വെന്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ഇട്ടിട്ട് ഈ ചിക്കൻ ഈ മസാല എല്ലാം ഒന്ന് ഇതിൽ മിക്സാക്കി, എന്താ പറയുക, എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചിക്കൻ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഇതാ ചിക്കനെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും ലാസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല അടിപൊളി ഈസി പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഒരു പണിയില്ലല്ലോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.